നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് മദീനയിലേക്ക് കടന്നു വന്നിട്ട് ഖുബാ പള്ളിയുടെ ആ മധ്യത്തിൽ ആ സ്ഥലത്ത് ഇരിക്കുകയാണ്. വരുന്ന സന്ദർശകരൊക്കെ സ്വീകരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു, ആരാണത്? റാഹിബു യഹൂദ്, ജൂതന്മാരുടെ പണ്ഡിതൻ. അന്ന് മദീനത്ത് ജീവിച്ച ജൂതന്മാരുടെ ഷേഖാണ് മൂപ്പര്, ജൂതന്മാരുടെ ഇമാമാണ് മൂപ്പര്, ജൂതന്മാരുടെ ഏറ്റവും അഗ്രഗണ്യനായ തൗറാത്ത് മനപ്പാടുള്ള മനുഷ്യനാണവൻ. ആര്? അബ്ദുല്ലാഹി ഇബ്നു സലാം. ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു കാഫറാണപ്പോൾ, അദ്ദേഹം ജൂതനാണപ്പോൾ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ആ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് കൂട്ടമായി ജനങ്ങൾ മദീനയിൽ നിന്നിട്ട് സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ ജനങ്ങൾ റസൂലിനെ കാണണമെന്ന് പൂതി വെച്ചിട്ട് ആ ഖുബയുടെ പള്ളിയുടെ ഭാഗത്തേക്ക് കൂട്ടമായി പോകുന്ന കണ്ടപ്പോൾ മൂപ്പരും ഇങ്ങനെ ദൂരെ നിന്ന് വീക്ഷിച്ചു. എന്താണ് ഈ സാധനം? ആരാണ് ഈ സാധനം? അവർ പറയുന്നതായ അവരുടെ നേതാവ് വല്ല നേതാവെന്ന് പറയാൻ അർഹതയുള്ള മനുഷ്യനാണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ദൂരെ നിന്ന് നോക്കാൻ. അപ്പോൾ ആ കാഴ്ചയെക്കുറിച്ച് മൂപ്പർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു സഹീഹായ ഹദീസിലൂടെ. നമുക്ക് നമ്മുടെ നേതാക്കൾ വിശദീകരിച്ച് തന്ന ഭാഗം ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ മുഹമ്മദിനെ കാണാൻ ചെന്നു. അപ്പോൾ മുഹമ്മദിന്റെ മുഖം ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹം ആ മുഖം കളവ് പറയുന്ന മുഖമല്ല. അതെ, ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഈ മനുഷ്യൻ കളവ് പറയൂല. പിന്നെ അദ്ദേഹത്തിൽ നിന്നിട്ട് ഞാൻ ആദ്യം കേട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവിനെ കുറിച്ച് ഒരു ജൂത പണ്ഡിതൻ അദ്ദേഹം ജൂതനായ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൽ നിന്നിട്ട് ഞാൻ ആദ്യം കേട്ടത് എന്താണ്? ഉഫ്ശുസ്സലാം. അല്ലയോ മുസ്ലിങ്ങളെ, അല്ലയോ മദീനക്കാരെ, നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം സലാം പറയുക. ഒരു സത്യവിശ്വാസിയായി കഴിഞ്ഞാൽ അവനിൽ അഡ്രസ് ഉണ്ടാവണം. എന്ത്? അവൻ ഭീകരതയുടെ മതത്തിന്റെ ഉടമയല്ല, അവൻ പൊട്ടിത്തെറിയുടെ മതത്തിനുടെ ഉടമയല്ല, അവൻ ക്രൂരത എന്നത് അവൻ തീണ്ടിട്ടില്ല. അവൻ നന്മയുടെ ചിഹ്നമാണ് സത്യവിശ്വാസി, നന്മയുടെ ചിഹ്നമാണ് അവൻ ഉൾക്കൊള്ളുന്നതായ മതം. അതുകൊണ്ട് ലോകത്തോട് അവൻ പ്രഖ്യാപിക്കണം, അവൻ പറയണം അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് രക്ഷ. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യസന്ധതയാണ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ നന്മയാണ്, ശാന്തിയാണ്, സമാധാനമാണ്, ആത്മോത്കർഷതയാണ്, ആത്മാനുഭൂതിയാണ് എന്നല്ലാതെ ഇവിടെ ക്രൂരത എന്നത് ഇസ്ലാം തീണ്ടിയിട്ടില്ല. ഇസ്ലാം ക്രൂരതയുടെ മതമല്ലേ അല്ല. ഇസ്ലാം നന്മത്തിന്റെയും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന രക്ഷയുടെ മതമാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ പേര് തന്നെ എന്താണ്? അസ്സലാം. അള്ളാന്റെ പേരുകളിൽ ഒരു പേരാണ് എന്ത്? അസ്സലാം. അല്ലേ? നിങ്ങൾക്കറിയില്ല അള്ളാന്റെ പേരിൽ അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ. അപ്പോൾ അള്ളാന്റെ പേര് തന്നെ രക്ഷ എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹ് നമ്മെ ക്ഷണിക്കുന്നത് എന്താണ്? വല്ലാഹു, എവിടേക്കാണ്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അള്ളാഹ് നിങ്ങളെ ക്ഷണിക്കുന്നു എവിടേക്ക്? രക്ഷയുടെ വീട്ടിലേക്ക്. രക്ഷയുടെ വീട് ആർക്കാണ്? രക്ഷയുടെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട്, ഭീകരത സ്ഥാപിച്ചുകൊണ്ടല്ല, ക്രൂരത സ്ഥാപിച്ചുകൊണ്ടല്ല, പിന്നെയോ രക്ഷ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട്, ഇവിടെ അസ്സലാമു അലൈക്കും എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ട് ആ രക്ഷയുടെ മതത്തെ ഇവിടെ സ്ഥാപിച്ച് ജീവിച്ച മനുഷ്യന്മാർക്ക് അള്ളാഹ് തയ്യാറാക്കി വെച്ച വീട്ടിന്റെ പേരാണ് ദാറുസ്സലാം, രക്ഷയുടെ വീട് എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ഈമാനിലൂടെ, ഈ വിശ്വാസത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് രക്ഷയുടെ മതത്തെയാണ് എന്ന് പഠിപ്പിക്കുന്ന ചിഹ്നം ഓരോ മുസ്ലിം ഉൾക്കൊള്ളേണ്ട ചിഹ്നമായതുകൊണ്ട് മദീനത്ത് വന്ന ഉടനെ ആദ്യമായി പ്രസംഗിച്ച പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ വെച്ചിട്ട് പറയുകയാണ്, ഉഫ്ശുസ്സലാം, നിങ്ങൾ സലാം എപ്പോഴും അങ്ങും ഇങ്ങും പറഞ്ഞുകൊണ്ടേ, രക്ഷ വ്യാപകമാക്കിക്കൊണ്ടേ, രക്ഷയുടെ പദം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അങ്ങുമിങ്ങും ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയത് കാരണത്താൽ പരോപകാരം ചെയ്യുന്ന, താമ് പ്രചരിപ്പിക്കുന്ന, അവശരിക്ക് തീറ്റിക്കുന്ന വിഭാഗമായി മാറേണ്ടതുമാണ്. വസിലുൽ അർഹാം, ചാർച്ച ബന്ധം. നിങ്ങൾ ഒരിക്കലും സത്യം ഉൾക്കൊള്ളാത്തവരാണ് നിങ്ങളുടെ കുടുംബമെങ്കിലും അവരുമായുള്ള ചാർച്ച ബന്ധം ചേർക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഉമ്മയാണെങ്കിൽ പ്രത്യേകിച്ച്, വാപ്പയാണെങ്കിൽ പ്രത്യേകിച്ച്, അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്ത
അല്ലാത്തവർക്ക് നേർച്ചാക്കുന്ന, കാക്ഷിക്കുന്ന, മുദ്രിക്കുന്ന മനുഷ്യന്മാർ, ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ അള്ളാന്റെ കഠിന ശത്രുക്കളായിട്ടാണ് അവർ ജീവിക്കുന്നതെങ്കിലും അവരോട് നിങ്ങൾ കാട്ടേണ്ടതായ മര്യാദ കാട്ടണമെന്നാണ് ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ പറയുന്നത്. അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിങ്ങളോട് നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ, ഖബറാളികളോട് അവർക്ക് സിയാറത്ത് ചെയ്യുന്നതിന് പകരം അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്ന ആളാണ് ഉമ്മ, കൽപ്പിക്കുന്ന ആളാണ് വാപ്പ എങ്കിൽ അവരോട് ദുനിയവിയായ കാര്യത്തിൽ അവരുടെ ബന്ധം നിങ്ങൾ കട്ട് ചെയ്യേണ്ടതില്ല. അതേ സമയത്ത് അവരോട് ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് സത്യവിശ്വാസിയെ സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കാൻ പാടുള്ളതും അല്ല. റസൂലുള്ളാഹ് മദീനത്ത് വന്ന ഉടനെ പറയുന്നു, വസിലുൽ അർഹാം, നിങ്ങൾ ചാർച്ച ബന്ധം ചേർത്തുകൊണ്ടേ ഇരിക്കണം. മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹേകൻ, അല്ലാഹ്ക്ക് മാത്രം പ്രാർത്ഥന, അല്ലാഹ്ക്ക് മാത്രം ആരാധന എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ മക്കക്കാരെന്ത് പറഞ്ഞു? നിങ്ങള് ചാർച്ച ബന്ധം മുറിച്ച് കളഞ്ഞല്ലോ, ഇയാള് നിങ്ങളാളായി മാറി, അയാള് ഞങ്ങളാളായി മാറി, അപ്പോൾ ഇയാളുടെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ കൂടെ, അയാള് നിങ്ങളുടെ കൂടെ, അപ്പോൾ അങ്ങും ഇങ്ങും വേർതിരിച്ചു നിങ്ങൾ, ചാർച്ച ബന്ധം മുറിച്ചു നിങ്ങൾ എന്ന ആക്ഷേപം പണ്ട് മക്കക്കാർ ആക്ഷേപിച്ചിരുന്നു. അതിന് നേരെ ചുട്ട മറുപടിയാണ് ഈ ഇസ്ലാം ചാർച്ച ബന്ധം മുറിക്കുന്ന മതമല്ല. അതുകൊണ്ട് തന്നെ മക്കയിൽ വെച്ചിട്ട് മക്കക്കാഫിരീങ്ങളുടെ മുമ്പിൽ വെച്ച് അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പരസ്യമായി പ്രബോധനം ചെയ്തതായ സന്ദർഭത്തിൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വ്യക്തിയെ വിളിച്ചിട്ട് പേര് പറഞ്ഞു, മകളെ ഫാത്തിമ മുഹമ്മദിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല, നിന്നെ നീ രക്ഷിച്ചോ. അമ്മായി സഫിയ, നിങ്ങളുടെ കുടുംബ മെമ്പറാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പരലോകത്ത് രക്ഷയില്ല, നിന്നെ നീ രക്ഷിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിച്ചോ. അങ്ങനെ ബനു അബ്ദുൽ മുത്തലിബിനെയും ബനു ഹാഷിമിനെയും ബനു അബൂ താലിബിനെയും അവരെല്ലാം വെവ്വേറെ വിളിച്ച് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയുമില്ല. എന്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബാറ്ററി ഉണ്ടാവണം, ഈമാൻ കയറണം, വിശ്വാസം ഉണ്ടാവണം, അർഹരായി മാറണം എന്നത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് നാമും പഠിച്ചിരിക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്. നാം ആരുടെയും വാല് തൂങ്ങി സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂല. അള്ളാഹിന്റെ കൂടെ അല്ല നാമെങ്കിൽ, അള്ളാഹിനെ മാത്രം നാം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹ് നമ്മുടെ മുമ്പിൽ മുഹമ്മദ് നബിയിലൂടെ അറിയിച്ച ആ റിസാലത്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ ജനമദിനാഘോഷമില്ലാത്ത, മരണദിനാഘോഷമില്ലാത്ത, നൂലാമാലകളില്ലാത്ത, ആനപ്പോക്കുകളില്ലാത്ത, സന്തല് പോക്കുകളില്ലാത്ത, ഖബർ കെട്ടിപ്പൊക്കലുകളില്ലാത്ത, ഓണം കൊണ്ടാടുകളില്ലാത്ത, അപ്രകാരം തന്നെ നമുക്കറിയുന്നതായ ക്രിസ്തുമസ് പോലത്തെ അനാചാരം കൊണ്ടാടലുകൾ, ഇതെല്ലാം കേരളത്തിലും ലോകത്തിലും വ്യാപകമായതായ ഭാഗങ്ങളാണ്. സൗദി അറേബ്യ ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന നാടായതുകൊണ്ടും റസൂലുള്ളാഹ് കൊണ്ടുവന്ന മതത്തിനെ അതേപോലെ നടപ്പാക്കണമെന്ന നിർബന്ധം ഇവിടെയുള്ള നേതാക്കൾക്കുള്ളത് കൊണ്ടും ഇവിടെ അത്തരം കാര്യങ്ങൾ അഥവാ ചെയ്യുന്നെങ്കിൽ തന്നെ ഒളിച്ചാരും കാണാതെ ചെയ്തിട്ട് പിന്നെ വാട്സാപ്പിൽ കൂടി വിതരണം ചെയ്യലാണ്. എന്നല്ലാതെ പരസ്യമായി ഇവിടെ തെറ്റ് ചെയ്യാനാണ് പേടി, നന്മ ചെയ്യാൻ പേടിയില്ല. ഈ ഈമാനിനെ നിലനിർത്താൻ നാം ആ ഈമാൻ സലഫ് സാലിഹീങ്ങൾ ഉണ്ടാക്കിയ പരിവർത്തനം നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. അതാണ് റസൂലുള്ളാഹി മദീനത്ത് വന്ന ഉടനെ പറഞ്ഞത് എന്ത്? ഉഫ്ശുസ്സലാം അത്ഇമുത്താം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം വസല്ലു ബില്ലൈലി. നിങ്ങൾ രാത്രി നമസ്കരിക്കൂ കൂട്ടരെ. രാത്രി ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണം. ജനങ്ങൾ കിടന്നുറങ്ങിയായിരിക്കും, ആ സമയത്ത് നിങ്ങൾ ഉണരണം. എന്നിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കണം, അള്ളാഹിനോട് കേണപേക്ഷിക്കണം, അള്ളാഹിനോട് കുറ്റം സമ്മതിക്കണം. വസല്ലൂ ബില്ലൈലി, രാത്രികളിൽ നിങ്ങൾ നമസ്കരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, അള്ളാഹിന്റെ ആ മഹാപൂന്തോപ്പുകളാകുന്ന സ്വർഗലോകത്തിൽ രമ്യഹർമ്മ്യങ്ങളിൽ കൊട്ടാരങ്ങളിൽ നിങ്ങൾക്ക് കടക്കാം, പ്രവേശിക്കാം, ഉല്ലസിക്കാം, ആസ്വദിക്കാം. നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് മദീനയിൽ സഹാബാക്കൾ ആദ്യം പഠിച്ച കേട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ജൂത നേതാവ് പിന്നെ എന്ത് ചെയ്തു? ഈ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയ ആളായി മാറി.
കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ള വളരെ ചുരുക്കം പേര് മാത്രമേ 1000-ഓളം ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് മദീനയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ബേക്കിലാണ് നടന്നിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച ആ ഹദീസിന്റെ റിപ്പോർട്ടകനായ അബ്ദുല്ലാഹ്.